ഇൻഷാ അല്ലാഹ് 10-25 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൽ വരാൻ പോകുക മാപ്പിള മലബാറിന്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റുവാങ്ങിയ കോഴിക്കോട് പട്ടണത്തിൽ ചരിത്ര പ്രസിദ്ധമായ തിരുകേശപ്പള്ളി നിർമ്മിച്ച മൊയ്ലിയാരാരാ? ഞങ്ങളെ കുട്ടികള് ആവേശത്തിൽ എഴുതുന്ന ഉത്തരണ്ട് കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിയാർ. എന്നിട്ട് ആ പള്ളി എവിടെ? എന്നാൽ നിങ്ങൾക്കറിയുമോ വലിയ ഒരു പ്രശ്നം പിന്നെന്താണ്? മർക്കസിൽ ഷേർ മുബാറക്ക് എത്തിയതല്ല, പിന്നെന്താ? ആ ഷേർ മുബാറക്ക് എത്തിയ ശേഷം 6 കൊല്ലം മുമ്പെത്തി വെള്ളം കൊടുത്ത് ഇങ്ങനെ പോര ജനത്തിരക്ക് കൂടുക. അതിന്റെ ഇടയ്ക്ക് രണ്ടാമത്തെ ഷേർ മുബാറക്കും കൂടി എത്തിയപ്പോ ജനത്തിരക്ക് ഒന്നായിട്ട് കൂടി. അപ്പൊ ഏപ്പിസ്റ്റത് മർക്കസിൽ സൗകര്യം വരാതെന്നപ്പോ എന്ത് ചെയ്തു? കോഴിക്കോട് പട്ടണത്തിൽ ഒരു പള്ളി ആവശ്യമുണ്ട്, ആ പള്ളിയിൽ ഇത് സൂക്ഷിക്കുകയും ചെയ്താൽ ഒരു സൗകര്യമാകുമല്ലോ എന്നൊരു നിലപാടെടുത്തു. അങ്ങനെ AP ഉസ്താദ് ഒരു 40 കോടിയുടെ പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്, അതോടുകൂടെ പൊല്ലാപ്പ് കൂടിയില്ലേ? എന്ത് ചെയ്തു? നാടൊട്ടുക്കും പ്രശ്നം. എന്താ AP ഉസ്താദിന്റെ സ്ഥാപനങ്ങൾക്ക് പകരം മർക്കസിന് പകരം ഒരു മർക്കസ് ഉണ്ടാക്കി, സക്കാഫിക്ക് പകരം വാഫി ഉണ്ടാക്കി നോക്കി. ഇങ്ങനെ പലതിനും പലതും കോപ്പി അടിച്ച് ഉണ്ടാക്കി നോക്കി. പക്ഷേ എത്രത്തോളം അത് അവിടേക്ക് എത്തി എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ ഇപ്പൊ എന്താ അറിയോ, 40 കോടിന്ന് പറയാൻ വരെ കഴിയാതെ 40 കോടിയുടെ പള്ളി ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയാൻ വെക്കണ്ടേ? നിങ്ങൾ അവസാനം എന്ത് ചെയ്തു? എന്നാ പിന്നെ അതാണ് മുടക്കാന്ന് തീരുമാനിച്ചു. ആരപ്പൊ പറയുന്നത്? പണ്ട് മർക്കസ് സഖാഫത്ത് സുന്നിയക്ക് ചിലവാകാൻ വേണ്ടി ഉസ്താദ് പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു 1 കോടി രൂപ ചെലവിൽ 10 സ്ഥാപനം. അന്ന് മലപ്പുറത്തൊക്കെ ചില കാക്കാരെന്താ പറഞ്ഞറിയോ? ഏപ്യോ 1 കോടിയോ ഓലക്കുണ്ടാക്കുന്ന പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് SKSSFകാർക്ക് നൽകുന്നൊരു മറുപടിയാണ്. കുറച്ച് മുൻപ് നൽകിയതാണ്. ഇയാൾ പറയുന്നത് കുട്ടികൾ പഠിക്കപ്പെടും. എന്താണ് പഠിക്കുക? കോഴിക്കോട്ട് അങ്ങാടിയിൽ 40 കോടിയുടെ പള്ളി ഉണ്ടാക്കിയത് ആരാണെന്നാ പറഞ്ഞത്? കാന്തപുരം എന്നാ പറഞ്ഞത്. എന്നിട്ട് എവിടെയാണ് ആ പള്ളി? എവിടെ? എന്നിട്ട് ആ 40 കോടിയുടെ പള്ളി എവിടെ? ഇത് നമ്മൾ ചോദിക്കണതല്ല, അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന തൊഴിയൂർ കുഞ്ഞാമത് സഖാഫി ചോദിക്കുന്നത് കേട്ടോക്കി. 40 കോടിയുടെ പള്ളി എന്ന പേരും പറഞ്ഞിട്ട് പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞവർ, ആ പള്ളി എവിടെയാ? പള്ളി അത് ചോദിക്കുമ്പോ ഞങ്ങളോട് ഞങ്ങള് ചോദിക്കാൻ ആരാന്ന്? എടോ, ചോദിക്കാൻ ഞങ്ങൾക്ക് ധാർമ്മികമായ അവകാശമുണ്ട്. ഞങ്ങളും പിരിച്ചു തന്നിട്ടുണ്ട് അതിന് കേഷ്. ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മാമ്മമാരുടെയും ഉപ്പാപ്പമാരുടെയും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെയും ഭാര്യയുടെയും മക്കളുടെയും വിഹിതമായി 1000 വെച്ചിട്ട് കയ്യിൽ ക്യാഷില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന പരിശുദ്ധമായ ആസാറ് സൂക്ഷിക്കുന്ന പള്ളിയല്ലേ അത്? വരാനും കാണാനും ജനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന, ഒരേ സമയം 25,000 ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി. അതും എവിടെ? കോഴിക്കോട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത്. എത്ര കോടി രൂപ ചെലവഴിച്ചിട്ട്? 40 കോടി രൂപ ചെലവഴിച്ചിട്ട്. ഇത് പറഞ്ഞിട്ട് ഞങ്ങളും തന്നിട്ടുണ്ട് അതിലേക്ക് കേഷ്. ഞങ്ങളും കേഷ് അതിലേക്ക് കളക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ചോദിക്കുന്നു, ആ പള്ളി എവിടെ? ആ പള്ളിയാണ് ഉസ്താദേ കൈതപ്പൊയിലെ നോളേജ് സിറ്റിയിൽ. മിണ്ടരുത്, അതാ പള്ളിയല്ല, അതാ പള്ളിയല്ല, ആ പള്ളിയല്ല എന്ന് ഞങ്ങൾ പറയുന്നതല്ല. AP ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പള്ളി വേ, ഇത് റേ. ഈ പള്ളി ഏതാ? ഇത് കോഴിക്കോട് പട്ടണത്തിലാ പള്ളി. മറ്റേ പള്ളിയോ? അത് പിന്നെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നഗ്നകളായ പെണ്ണുങ്ങൾക്ക് കൂത്താട്ടം നടത്താനുള്ള ഒരു സങ്കേതത്തിന്റെ അടുത്ത് പേരിനൊരു പള്ളി, എന്നിട്ട് അത് പൂരപ്പുറമ്പാക്കി മാറ്റുക. എന്താ നിങ്ങൾ ദീന് കൊണ്ട് കളിക്കുക? അത് ബിസിനസ് ആണ്. അതാ പറഞ്ഞ ദീന് വിറ്റ് കേസാക്കുന്ന ബിസിനസ്മാൻ. അത് സ്വന്തം വാപ്പാനും വിറ്റ് കാശാക്കുന്നു. അതിനുള്ള പുറപ്പാടപ്പോ ഏത് നമ്മളെ ഈ ആത്മകഥ ഒക്കെ ഇതൊക്കെ വാല് പൊക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തിരിയൂല സുഹൃത്തെ, തിരിയുത്. എവിടേക്കായി പോക്ക്? അതിന്റെ പരിപാടി ആക്കെ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കളിക്കുക. കേട്ടല്ലോ? അപ്പോ അങ്ങനെ ഒരു സംഭവമല്ല. പിന്നെ കൈതപ്പൊയിൽ ഉണ്ടാക്കിയത് അതാണ് നിങ്ങൾ പറയും വേണ്ട. കോഴിക്കോട്ടങ്ങാടിയത്തെ കഥ പറയും എന്നാണ് പറഞ്ഞത്. പിന്നെ സക്കാഫിക്ക് പകരാണ് വാഫി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് വഹാബ് സക്കാഫിയെ അങ്ങോട്ട് തുലനം ചെയ്തിട്ട് നിങ്ങൾ ഒപ്പിച്ചത്? സക്കാഫി എവിടെ കിടക്കുന്നു, വാഫി എവിടെ കിടക്കുന്നു അല്ലേ? അപ്പോ സക്കാഫിക്ക് ബദലാണ് വാഫി എന്ന് പറയുമ്പോ വാഫിയുടെ ക്വാളിറ്റി അത് സക്കാഫിമാർക്കും കൂടി ഉണ്ടാവണല്ലോ. വെറുതെ എന്തെങ്കിലും പറഞ്ഞു നടക്കുന്ന ആളുകളായിട്ട് കാര്യമല്ലോ. എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അങ്ങോട്ട് ചോദിക്കുന്നില്ല. അത് അവര് തന്നെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ പറയും.
ഇപ്പൊ പറയുന്നത് ഹാപ്പി അല്ലേ, 40 കോടിയല്ലേ ഉണ്ടാക്കൂട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? മുടക്കണം. അതിനെന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്താലും വേണ്ടില്ല. അങ്ങനെ നാടൊട്ടുക്കും പ്രശ്നം. അതുകൊണ്ടല്ലേ AP ഉസ്താദിന്റെ ഷഹർ മുബാറക്കിന്റെ ഫണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര ആവേശത്തിലാ ഉസ്താദ് പിരിവ് വാങ്ങി കുഴങ്ങാണ് അല്ലേ. റെസീറ്റ് തിരിച്ചു കൊടുക്കണ പരിപാടിയിലല്ല AP ഉസ്താദ്, റെസീറ്റ് തിരിച്ചു വാങ്ങണ പണിയിലല്ല, 1000 വാങ്ങണ പണി. അവിടുന്ന് വിട്ട് ഇപ്പൊ എന്താ 25,000. ഇടക്ക് ഇതുവരെ ഉസ്താദിന്റെ കയ്യിൽ 1000 ഏൽപ്പിക്കാത്തവരും ഇപ്പൊ കയ്യിലുള്ളവരുണ്ടെങ്കിൽ വിനീതനായ എന്റെ കയ്യിലോ തങ്ങൾ പാപ്പാന്റെ കയ്യിലൊക്കെ കൊടുത്താൽ അത് അവിടെ ഏൽപ്പിക്കുമെന്ന് ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി യോജിപ്പിക്കുകയാണ്. എന്റെ റെസീറ്റ് ഉണ്ട്, മൂപ്പരത്ത് റെസീറ്റ് ഉണ്ട്. ആ പൈസ കണ്ടിട്ട് കൊടുന്നോളിയും. AP ഉസ്താദിന്റെ പണി എന്താണ്? കൊയങ്ങിക്കാണ് AP ഉസ്താദ് പൈസ വാങ്ങിയിട്ട് കായ് വാങ്ങി കൊയങ്ങിന്നാ പറഞ്ഞത്. റെസീറ്റ് എഴുതാ പൈസ വാങ്ങുക, റെസീറ്റ് എഴുതാ പൈസ വാങ്ങുക. എന്നിട്ടോ മുടിപ്പള്ളി എന്ന പേരിൽ കോഴിക്കോട്ടങ്ങാടിയിൽ പള്ളി ഉണ്ടാക്കാന്നും പറഞ്ഞിട്ട് കൈതപ്പൊയിൽ കൊണ്ടുപോയിട്ട് നോളജ് സിറ്റി ഉണ്ടാക്കി. വല്ലാണ്ട പറയിപ്പിക്കല്ലേ. പറ വഹാബേ. അത് വല്ലാതെ ആളുകൾ ആവേശത്തിൽ കൊടുക്കല്ലേ. പിന്നെ അത് സംഗതി നടക്കും. മൂല്യന്മാര് വെറുതെ ഓയലാ നിക്കണ്ട. പക്ഷെ ഒന്നുണ്ട്, എന്താ നിങ്ങള് ഇപ്പൊ നമ്മളെ സ്കൂളിലൊക്കെ ഞാൻ ആലോചിക്കാണ്, പണ്ടാ താജ്മഹലൊക്കെ ഉണ്ടാക്കിയപ്പോ ഡൽഹി ജുമാ മസ്ജിദ് അന്നത്തെ 40 കോടിയല്ലേ. ചെങ്കോട്ടയും താജ്മഹലും ബാബരി മസ്ജിദൊക്കെ ഉണ്ടാക്കിയപ്പോ അധികരി തങ്ങളെ ഭാഷി പറഞ്ഞ ഈ ജാതി 4 മൂദേവികൾ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും. നമ്മളൊന്ന് ആലോചിച്ചു. ഇത് നടക്കൂട്ടോ. അപ്പുറത്ത് കാന്തപുരത്തെ മൂല്യരാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇപ്പൊ എന്താ നമ്മളെ കുട്ടികൾ പരീക്ഷ ആളെന്ന് ഇങ്ങനെ ചോദ്യം വരും, ആരാ മോനെ താജ്മഹൽ ഉണ്ടാക്കി? വേറെ ഉത്തരം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മളെ കുട്ടികൾക്ക് അത് കിട്ടും. ഷാജഹാൻ ചക്രവർത്തിയും പേരുകൊണ്ടൊരു മാപ്പിളയല്ലേ. ഇൻഷാ അല്ലാഹ് 10-25 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൽ വരാൻ പോകുക മാപ്പിള മലബാറിന്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റുവാങ്ങിയ കോഴിക്കോട് പട്ടണത്തിൽ ചരിത്ര പ്രസിദ്ധമായ തിരുവേശപ്പള്ളി നിർമ്മിച്ച മൊയ്ലിയാരാരാ. മൊയ്ലിയാരാരാ എന്ന് പറയുന്നതിന് മുമ്പേ ഇങ്ങളെ കുറിച്ചിട്ട് ശംസുൽ ഉലമ പറഞ്ഞ 1-2 വാക്കുകളുണ്ട്. അതൊന്ന് കേട്ടിട്ട് വരാം നമുക്ക്. ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല, ഞങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു രോഗം മറിക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല. അതിന് യാതൊന്നും സംഭവിച്ചിട്ടും ഇല്ല. അതിൽ നിന്ന് പുറത്തുപോയി കുറച്ച് 3-4 പുറത്തുപോയി അത് കൂടിയത് കൊണ്ടിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഇത് ദുനിയാവൂല. ഞങ്ങളാണ് കുഞ്ഞി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളാണ് അംഗീകരിക്കുകയില്ല. എന്നിട്ട് എറണാകുളത്ത് സമ്മേളനം ഉണ്ടാവും. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവര് തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിക്കില്ലാതെ കാണും. സുന്നത്ത് കഴിക്കാത്ത തുന്നി. അള്ളാഹു അക്ബർ. അള്ളാഹ് പറയാനാണ് അള്ളാഹു അക്ബർ. ഈ എന്തിനാണ് ഈ ജാതി പരിഹരിക്കുന്നത്? എന്നിട്ട് കളവെന്തിന് പറയുന്നത്? കളവെന്തിനൊക്കെ പറഞ്ഞു വരുന്നത്? ഒരു മുസ്ലിം ചേർത്താൽ മൊയ്ലിയമാരെ കുറിച്ചാണ് ശംസുൽ ഉലമ പണ്ട് ഇത് പറഞ്ഞത്. മനസ്സിലായില്ലേ? പറ. കുട്ടികള് ആവേശത്തിൽ എഴുതുന്ന ഉത്തരണ്ട് കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിയാർ. എന്താ എഴുതിക്കൂടെ ഈ നോണിയും പറഞ്ഞെടുക്കണ മൂല്യന്മാരുണ്ടല്ലോ, ഓലെ താങ്ങണ എസ്കക്കാര് ഓലെ കുട്ടികൾ ഉണ്ടാവുമല്ലോ. അന്ന് അള്ളാന്റെ റൂപിക്കൂടെ സുനാമി ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാകുക അറിയങ്ങള്? ഞങ്ങളെ നിലമ്പൂരത്തെ മലയാളത്തിൽ പറഞ്ഞാലേ പണ്ടാറടക്കാൻ ആ തന്തക്കൊന്നും ഉണ്ടാകുന്നുടേനും. അയാൾ ഈ കുഞ്ഞാസം പറഞ്ഞ് പള്ളി ഉണ്ടായും ചെയ്ത് എഴുതാൻ വയ്യാന്നു. ഇയാതി കുഞ്ഞായിരം കുടിക്ക് തന്റെ അയാൾ ഉണ്ടാക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. പേരക്കുട്ടികളെ മാനം കാക്കാൻ 1000 തന്നോളി, പള്ളി അല്ലെങ്കിൽ ഉണ്ടാവും. വെറുതെ എന്തിനാ ഈ വഷളത്തരത്തിന് പോണ കുട്ടികളെ? വെറുതെ എന്തിനാണ് ഈ വഷളത്തരത്തിന് വെക്കണ വഹാബേ? എന്നിട്ട് എവിടെയത് കോഴിക്കോട്ടങ്ങാടിയിലത്തെ ആ സംരംഭം ഇല്ലല്ലോ അവിടെ, കൈതപ്പൊയിലത്തെ അവിടെ വെക്കട്ടെ. നേരത്തെ കുഞ്ഞുമുഹമ്മദ് പരപ്പൂര് പറഞ്ഞല്ലോ. ഇനി ഇവിടെ പറയുന്നത് SKക്കാർക്കുള്ള മറുപടി അല്ലെങ്കിൽ ആരോപണം ഒക്കെ ആയിട്ടാണ് ഇയാളിത് പറയുന്നത്. അതിന് SKക്കാര് തന്നെ മറുപടി കൊടുക്കണം അല്ലേ? അപ്പോഴേ അതിനൊരു ചൊറുക്കുണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതിന് ബാക്കിൽ ചെറിയൊരു പ്രഭാഷണം ചേർക്കുന്നുണ്ട്.
SKSF പ്രോഗ്രാമിൽ നിന്ന് പഴയൊരു പ്രഭാഷണത്തിന്റെ ചെറിയൊരു ഭാഗമാണ്, കേൾക്കണം. ഇവര് ഇതേപോലെ ബ്ലണ്ടർ അടിച്ച് നടക്കുമ്പോ ഓലിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അല്ലേ? ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക്. കേരളത്തിൽ 1989 നിരവധി പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളുടെ പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പുതിയ തലമുറ പഠിക്കേണ്ടതുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് സമസ്തയെ നശിപ്പിക്കാൻ വേണ്ടി ചില സ്വാർത്ഥ താല്പര്യക്കാർ രംഗത്ത് വന്നു. അതിനെയാണ് ഇന്ന് ചില ആളുകൾ പുനഃസംഘടന എന്ന ഓമന പേരിൽ വിളിക്കാൻ ശ്രമിക്കുന്നത്. പുനഃസംഘടന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണം. അതായത് നിലവിലുണ്ടായിരുന്ന ഒരു സംവിധാനം, ഒരു സംഘടന, ആ സംഘടന ഇല്ലാതെയാവുകയോ പിരിച്ചുവിടുകയോ നാമാവശേഷമാവുകയോ ചെയ്താൽ അതിനെ വീണ്ടും സംഘടിപ്പിക്കുന്നതിനാണ് ഞങ്ങൾ മലയാളികൾ പുനഃസംഘടന എന്ന് പറയുക. അതിനല്ലേ പുനഃസംഘടന എന്ന് പറയുക. സുന്നി സെന്ററിനെ പുനഃസംഘടിപ്പിച്ചു. അതായത് ഇവിടെ ഒരു സുന്നി സെന്റർ ഉണ്ടായിരുന്നു, അവിടെ കുറെ 1600ഓളം കുട്ടികൾ പഠിച്ചിരുന്നു. പിന്നെ ഇന്നിപ്പോ ആ സുന്നി സെന്റർ നോക്കാൻ ആളില്ല, സുന്നി സെന്ററിന്റെ ബിൽഡിങ്ങും ഇല്ല, എല്ലാം ഒഴിവായി പോയി. അപ്പൊ കുറച്ച് ആൾക്കാര് അപ്പുറത്തൊരു വേറെ ബില്ല് സംഘടിപ്പിച്ചു, എന്നിട്ട് സുന്നി സെന്റർ ഞങ്ങൾ പുനഃസംഘടിപ്പിച്ചു പറയാം. 89 സമസ്തയെ പുനഃസംഘടിപ്പിച്ചു എന്ന് പറയുന്നവർ, അങ്ങനെ ഒരു പുതിയ തിയറി പുതിയ യുഗത്തിൽ പുതുനൂറ്റാണ്ടിൽ പുതുതലമുറയിലേക്ക് ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നവർ, അവർ മനസ്സിലാക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിങ്ങളെ പിടിച്ച് പുറത്താക്കുന്ന സമയം, നിങ്ങൾക്കെതിരെ തീരുമാനമെടുക്കുന്ന സമയം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശൈഖുനാ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാറാണ്. നവ്വറല്ലാഹു മറാഖിദഹും. ആരാണ് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ? അന്ന് കണ്ണിയത്ത് ഉസ്താദിന് പ്രസിഡന്റായി ഇരിക്കുമ്പോഴാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് നിന്ന് കിതാബോധി പഠിച്ചു എന്ന് നിങ്ങളും അവകാശപ്പെടുന്ന ഉള്ളാൾ തങ്ങളെ കണ്ണിയത്ത് ഉസ്താദിന്റെ സമാന്തര പ്രസിഡന്റാക്കി നിങ്ങൾ അവരോധിച്ചത്. അപ്പൊ നിങ്ങൾ അതിന് ന്യായം പറയേണ്ടതുണ്ട്. ഇപ്പോൾ പറഞ്ഞാലും മതി. കണ്ണിയത്ത് ഉസ്താദിന് പകരമായി അദ്ദേഹത്തിൽ നിന്ന് കിതാബോധി പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ പ്രചരിപ്പിക്കുന്ന, നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പറയണ ശരിക്കല്ല, കണ്ണിയത്ത് ഉസ്താദിൽ നിന്ന് കിതാബോധി പഠിച്ചു എന്ന് പറയുന്ന ഉള്ളാൾ തങ്ങളെ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, ഉള്ളാൾ തങ്ങളെ നിങ്ങൾ പ്രസിഡന്റാക്കി രംഗത്ത് കൊണ്ടുവരുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് അന്ന് പ്രസിഡന്റ് ആയിരുന്നില്ലേ? യെസ് ഓർ നോ? ആണോ അല്ലേ എന്ന് നിങ്ങൾ പറയണം. ആയിരുന്നു എങ്കിൽ ഉള്ളാൾ തങ്ങളെ പ്രസിഡന്റാക്കാൻ കണ്ണിയത്ത് ഉസ്താദിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞെന്നാൽ മതി. ആദർശ വ്യതിയാനം സംഭവിച്ചു എന്നാണല്ലോ നിങ്ങൾ ആരോപിച്ചത്. കണ്ണിയത്ത് ഉസ്താദിന് ആദർശ വ്യതിയാനം സംഭവിച്ചു എന്നതിന്റെ ഒരു തെളിവ് 2024 പുതിയ തിയറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ സമൂഹത്തോട് തുറന്നു പറഞ്ഞു കൊടുക്കണം. എന്താ കണ്ണിയത്ത് ഉസ്താദ്? പിന്നെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയാണ് ജനറൽ സെക്രട്ടറി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ സമസ്തയ്ക്ക് ഇത്ര ദീർഘകാലത്തെ ഒരു ജനറൽ സെക്രട്ടറി വേറെ ഉണ്ടായിട്ടില്ല. ഇത്ര സമസ്തയ്ക്ക് അഡ്രസ് ഉണ്ടാക്കിയ ഒരു സെക്രട്ടറിയും ഉണ്ടായിട്ടില്ല. ശംസുൽ ഉലമയിലൂടെ കടന്നു പോകാത്ത ഒരു ഗുരുപരമ്പര കേരളത്തിലുള്ള 100 കണക്കിന് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 1000 10,000 വിദ്യാർത്ഥികൾക്ക് നിങ്ങളും ഞങ്ങളും കൊടുക്കുന്ന സനദിന്റെ സർട്ടിഫിക്കറ്റിൽ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും പേര് പരാമർശിക്കപ്പെടാതെ ഒരു സനദ് കൊടുക്കാൻ സാധിക്കുമോ? അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സനദും കള്ളമാണ്. അത്രയും പ്രമുഖനായ പണ്ഡിതൻ, മുജദ്ദിദ്, കേരളത്തിന്റെ മുജദ്ദിദ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് പുതുജീവൻ നൽകിയ വ്യക്തി ശംസുൽ ഉലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ മനസ്സിലാക്കണം, പറവണ്ണക്ക് ശേഷം വലിയ വലിയ പർവ്വത സമാനരായ ഇൽമിന്റെ ബഹറുകൾ സമസ്തയുടെ നേതാക്കളായി മുശാവറയിലുണ്ടായിരിക്കുന്ന കാലഘട്ടത്തിലാണ് 44 വയസ്സുകാരനായ ശംസുൽ ഉലമയെ ജനറൽ സെക്രട്ടറിയാക്കുന്നത്.
40 വർഷം ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയായ ശംസുൽ ഉലമയെ സമസ്തയുടെ ചരിത്രം ആര് പറഞ്ഞാലും ശംസുൽ ഉലമയെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തൽക്കാലം ഒരു ദിവസം സസ്പെൻഡ് ചെയ്ത ചരിത്രം പോലും ഒരു സമസ്ത ചരിത്രത്തിലും കാണാൻ കഴിയില്ലെന്നിരിക്കെ ശംസുൽ ഉലമ വഫാത്താകുന്നത് 96-ലല്ലേ, 89-ൽ ശംസുൽ ഉലമക്ക് സമാന്തരനായി ഒരു പ്രസിഡന്റ് സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശംസുൽ ഉലമയുടെ ശിഷ്യനായ OK ഉസ്താദിൽ നിന്ന് കിതാബോദിയ വ്യക്തി, ശംസുൽ ഉലമയുടെ ശിഷ്യനായ KK ഹസ്രത്തിൽ നിന്ന് കിതാബോദിയ വ്യക്തി, അതായത് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാര് ശംസുൽ ഉലമയ്ക്ക് ബദലായി ജനറൽ സെക്രട്ടറിയാക്കി രംഗത്ത് കൊണ്ടുവരുമ്പോൾ അന്ന് അദ്ദേഹത്തിന് 50 ചില്ലാനം വയസ്സേ ഉണ്ടാവുള്ളൂ. നല്ല പ്രായമാണ്. വയസ്സായത് ഇപ്പോഴാണ്. വയസ്സായത് കൊണ്ടൊരാൾ മഹാനാകൂല, മരണം കൊണ്ടൊരാളും മഹാനാകൂല. ജീവിതകാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങളാണ് ഒരു മനുഷ്യന്റെ നന്മ തിന്മകളെ അളക്കുന്ന അളവ് പോലെ. ഞാൻ ഈ പറയുന്ന ദീനിയായ ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ്, രാഷ്ട്രീയ മേഖലയിൽ നിന്നുകൊണ്ടല്ല. അതല്ല നമ്മുടെ വിഷയം. ആദർശമാണ്. ആദർശ രംഗത്ത് ഒരു മനുഷ്യന്റെ മികവ് നിർണയിക്കുന്നത് അയാളുടെ തലതാടി മുടികളുടെ നരയല്ല, അയാളെ ബാധിച്ചിരിക്കുന്ന രോഗാവസ്ഥകളല്ല, അയാളുടെ പ്രായമല്ല, അയാളുടെ മരണമല്ല, അയാളുടെ ആദർശ വഴിയിലുള്ള സഞ്ചാരവും ഉമ്മത്തിന് അയാൾ നൽകിയ മികവും വിജയവും എന്താണ് എന്ന് അടയാളപ്പെടുത്തിയത്. അത് വെച്ചിട്ടാണ് ഒരാളുടെ മഹത്വവും മഹത്വമില്ലായ്മയും തീരുമാനിക്കപ്പെടുന്നത്. ശംസുൽ ഉലമയ്ക്ക് ശേഷം ഈ ശംസുൽ ഉലമയുടെ ബദലായി പകരമായി ഈ വ്യക്തിയെ സെക്രട്ടറിയാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു എന്നല്ലേ പറഞ്ഞത്, പുനഃസംഘടിപ്പിച്ചു എന്ന്. ശംസുൽ ഉലമക്ക് അന്ന് സെക്രട്ടറി സ്ഥാനം ഉണ്ടായിരുന്നില്ലേ? മറുപടി കിട്ടണം ഇതിന്. ഇതൊക്കെ സമൂഹത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പുനഃസംഘടന എന്ന് പോയാ പോരാ. ശംസുൽ ഉലമ അന്ന് സെക്രട്ടറി ആയിരുന്നില്ലേ? അല്ലല്ലോ. അതിനുശേഷം 6 കൊല്ലം സമസ്തയുടെ സെക്രട്ടറി അദ്ദേഹമായിരുന്നില്ലേ? മാത്രമല്ല, ആദർശ വ്യതിയാനം സംഭവിച്ചു എന്നാണെങ്കിൽ ശംസുൽ ഉലമയിൽ സംഭവിച്ച ആദർശ വ്യതിയാനം എന്താണ് എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. പുനഃസംഘടനന്റെ ആൾക്കാർ, സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവരും പോകാൻ ശ്രമിച്ചവരും അവർ എന്തിനാണോ പോയത് അതുപോലും ഇന്ന് നിലവിലില്ല. ഇന്ന് അവരുടെ അവസ്ഥയാണെങ്കിൽ അല്ലാഹുവേ നീ സാക്ഷി, മഹാന്മാരായ ഞങ്ങളുടെ ആലിമീങ്ങളെ, മഹാന്മാരായ സാദാത്യങ്ങൾക്കെതിരെ വന്യവയോധികരായ 90 വയസ്സായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. 70-ൽ ചില്ലാനം 80ഓളം വയസ്സുള്ളപ്പോഴാണ് ശംസുൽ ഉലമക്കെതിരെ കേസ് കൊടുക്കുന്നത്. ഇന്നിതാ സ്വന്തം ശിഷ്യന്മാർ തലങ്ങും ബലങ്ങും ഓരോ യൂണിറ്റിലും മൈക്ക് കെട്ടി അങ്ങാടി തോറും ആട്ടിത്തല്ലുന്ന കാഴ്ച ഞങ്ങൾ തന്നെ കാണുകയാണ്. അല്ലാഹുവേ, നിന്റെ തീരുമാനം എത്ര മഹത്താണ്, എത്ര മഹത്വമായതാണ്. ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദിനെയും ആക്ഷേപിച്ചവർ, ആക്ഷേപിക്കാൻ വേണ്ടി മൈക്ക് കെട്ടി പറഞ്ഞയച്ചവർ ഇന്ന് സ്വന്തം ശിഷ്യന്മാരുടെയും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെയും ആട്ടും തുപ്പും കേട്ട് ഇരിക്കപ്പുറതിയില്ലാതെയായെങ്കിൽ ഇത് ആ മഹത്തുക്കളെ നിങ്ങൾ വേദനിപ്പിച്ചതിന് നിങ്ങളുടെ ശ്വാസം അടങ്ങുന്നതിന് മുമ്പ് റബ്ബ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. അതെപ്പോ അതിനെ കുറിച്ച് പറയാനോ?